നന്നായിട്ടുണ്ടല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. അല്ലാതെ ഇതൊക്കെ അതുപോലെ തന്നെ ആൾക്കാർ കാണാൻ വരട്ടെ, എല്ലാവരും വരും. കാരണം ഉണ്ടോ? ഓ, നല്ല കാര്യം. കാരണം ഇപ്പം പഴയ സിനിമകളൊക്കെ എല്ലാവരും കാണട്ടെ. അതെ, ഇപ്പോഴും അങ്ങനെ തന്നെ കളക്ട് ചെയ്യും. ഞാനൊരു കുറച്ച് പോർഷൻ ചോദിച്ചു. അതെ, കുറേ കാലം കൂടി അത് കാണുന്നത്, ഇത്ര നല്ല ക്വാളിറ്റി ഇല്ല. പുള്ളിയോട് സംസാരിച്ചില്ല. ഇല്ല, ആരുമായിട്ടും സംസാരിക്കാൻ കിട്ടിയില്ല, അറിഞ്ഞില്ല. ഇത് ഒരുപാട് കാലം കൂടി കാണുമ്പോൾ നമുക്ക് മറന്നുപോയ പല സീനുകളും ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. പിന്നെ കണ്ടതല്ലേ, എല്ലാവരുടെയും റെസ്പോൺസ് കണ്ടതല്ലേ, കയ്യടികളുണ്ടോ, ചിരിയുണ്ടോ. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇത് സ്വീകരിക്കപ്പെടും. ഇത് മുമ്പ് ഒരു 10 പ്രാവശ്യം കണ്ടു, ഇപ്പോൾ 20 പ്രാവശ്യം കാണണം. അത്ര ഇഷ്ടമായി എല്ലാം കൊണ്ടും. അതിൻ്റെ ഓഡിയോ, വീഡിയോ, വിഷ്വൽ എല്ലാം. മ്യൂസിക്കൊക്കെ ഗംഭീരമായിരിക്കും. ഇതോ ഇതുപോലത്തെയോ ഒരു 30ഓളം കാണും. ഈ 20-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് വരും. ഓക്കെ, താങ്ക് യു. അയ്യോ, എന്താ പറയണ്ടേ, നമ്മള് വളരെ ചെറുപ്പത്തിൽ എപ്പോഴാണ് ഇത് കണ്ടതെന്ന് പോലും ഓർക്കാത്തൊരു പ്രായത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ ജനറേഷനിലുള്ള ആളുകൾ തീർച്ചയായിട്ടും നമുക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത്രയും ഇൻഡസ്ട്രിയിലെ ലെജൻസും സ്റ്റോൾ വേർഡ്സും നമ്മുടെ കൂടെ ഇപ്പോഴും ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം ഒരുമിച്ച് എന്താ പറയണ്ടേ, അത്രയും മികച്ച ഒരു പ്രോജക്റ്റാണ്, അത്രയും മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ്. അതിപ്പോൾ ഈ 4K അറ്റ്മോസിൽ കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഗൂസ് ബംസ് മൊമെന്റ്സും എക്സ്പീരിയൻസും ആണ്. എല്ലാവരും നമ്മുടെ ജനറേഷനിൽ എസ്പെഷ്യലി കണ്ടിട്ടില്ലാത്തവരും TV-യിൽ മാത്രം കണ്ടിട്ടുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ വന്ന് കാണേണ്ടതാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എന്താ പറയാ, ഒരു 31 വർഷത്തിന് ശേഷം വീണ്ടും മണിച്ചിത്രത്താഴ് നമ്മൾ തിയേറ്ററിൽ കാണുന്നു. പക്ഷെ ഇപ്പം കാണുമ്പോൾ ഏറ്റവും വലിയൊരു നമുക്കൊരു സുഖം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ശബ്ദ മികവോടുകൂടിയും ഒപ്പം ദൃശ്യഭംഗി. നമ്മളിപ്പോ ഒരു തിയേറ്ററിൽ ഒരു സിനിമ കാണുന്ന, പുതിയ സിനിമ കാണുന്ന അതേ ഫീലിൽ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആ ഒരു ക്ലാസിക് മൂവി തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ എത്ര തവണ കണ്ടു കഴിഞ്ഞാലും ഇപ്പോഴും തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പലപ്പോഴും നമ്മൾ നേരത്തെ തന്നെ മണിച്ചിത്രത്താഴ് ആൾക്കാർ താഴെ വരെ ഇരുന്ന് തിരുവനന്തപുരത്ത് ഫെസ്റ്റിവലിലൊക്കെ ഇട്ടപ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനെക്കാട്ടിയും കുറച്ചും കൂടി വിഷ്വലിയും അതുപോലെ തന്നെ സൗണ്ട് എഫക്ട്സും ഒക്കെ തന്നെ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് പുതിയ സിനിമയോട് മികവുറ്റ രീതിയിൽ കിടപിടിക്കുന്ന രീതിയിലാണ് ഈ മണിച്ചിത്രത്താഴും ഒരുക്കിയിരിക്കുന്നത്. അപ്പം എന്തായാലും സിനിമാ പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ വന്ന് കാണുകയാണെങ്കിൽ വീണ്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ സമ്മാനിക്കും. താങ്ക് യു. ഐ ഫെൽറ്റ്, ഞാൻ 1994 പോയ ഒരു അവസ്ഥയാണ് ആ പടം കണ്ടപ്പം. ഐ വെൻറ്റ് ത്രൂ ഓൾ എമോഷൻസ്. ഇപ്പോഴും ഇപ്പം I've seen the movie many times, പക്ഷേ ഇപ്പോഴും അത് ഫസ്റ്റ് ടൈം കണ്ടൊരു ഫീലിംഗ് ആണ്. ബിക്കോസ് ഈ തവണ എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് കൂടുതൽ കാണാൻ പറ്റി. കളറിങ് ആണെങ്കിലും അതുപോലെ തന്നെ ഫേസ് എക്സ്പ്രഷൻ, ഇറ്റ് വാസ് മോർ ക്ലിയർ ദിസ് ടൈം. ആൻഡ് ദ സൗണ്ട്, ഈവൻ ദ മ്യൂസിക്, അത് എനിക്ക് എന്നാ പറയുന്നത്, ഐ ക്യാൻറ്റ് എക്സ്പ്രസ് എങ്ങനെയാണ് സൗണ്ട്, ബട്ട് യു ആർ ഫീലിംഗ് ഇറ്റ്, യു ആർ ഫീലിംഗ് ദ ഹോൾ ടൈം. നമ്മൾ ഈ TV-ക്കകത്ത് കാണുമോ ഇല്ലെങ്കിൽ ഫോണിനകത്ത് കാണുന്നതിനെക്കാട്ടിൽ യു ആർ സിറ്റിംഗ് ഇൻ ദ തിയേറ്റർ ആൻഡ് യു ആർ ഫീലിംഗ് ഇറ്റ്. ആ സൗണ്ട് അതുപോലെ അവർ ചെയ്തിരിക്കുന്നത്. ഐ എം വെരി ഫ്ലാറ്റഡ്. ഇത് കാണാൻ ഒരു ചാൻസ് കിട്ടിയതിന് എന്നെ എല്ലാവരോടും നന്ദി പറയുന്നത്. ഐ നെവർ എക്സ്പെക്റ്റഡ് ടു സീ ഇറ്റ് അഗൈൻ ഇൻ തിയേറ്റർ. ഐ ക്യാൻ only tell, go to the theater, watch this movie again. It is worth to watch it again, even if you have seen it many times. അതെ, അന്നുണ്ടായിരുന്ന ഒരു ക്രൗഡ് അതിനേക്കാളും ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെ തോന്നുന്നു? ബേസിക്കലി ഇന്നത്തെ ക്രൗഡ് എനിക്ക് അതാ പറഞ്ഞത്, ഐ ഫെൽറ്റ് 94 തിരിച്ചു പോയൊരു ഫീലിംഗാണ് വന്നത്. എന്ന് വെച്ചാൽ ദി പീപ്പിൾ വെർ ക്ലാപ്പിംഗ്, കറക്റ്റ് സമയത്ത് അവർ ചിരിക്കുന്നു. ഇപ്പോഴും ആ പടം എല്ലാവർക്കും കാണാപ്പാടം അറിയാം സ്റ്റിൽ, ബട്ട് പീപ്പിൾ ആർ ലാഫിങ് ആ കറക്റ്റ് സീൻസ് വരുമ്പം. അതുപോലെ ടെൻസ്ഡ് ആയിട്ട് സിറ്റുവേഷൻ. എൻ്റെ ഒരു ബേസിക്കൽ ഓഡിയൻസ് ഫീൽ they were also within the movie. ആ സമയത്ത് ആരും ഫോൺ വിളിക്കുന്നില്ല, ക്ലൈമാക്സ് സീനൊക്കെ ആകുമ്പോൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട്. അപ്പം ആ എഫക്റ്റ് സ്റ്റിൽ ഇൻ ദ തിയേറ്റർ ദേ. അതുകൊണ്ട്
വാസ് വെരി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഇനി ഇത് ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ തലയ്ക്ക് വീണ്ടും ക്ലിയർ ആക്കണം, അത് പഴയ അവസ്ഥയിലോട്ട് വളരെ നന്നായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ 31 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ നിർമ്മിച്ച ഒരു പടം കണ്ട പ്രതീതിയല്ല. ഇന്നിപ്പോൾ പുതിയൊരു സിനിമ കണ്ട ഒരു പ്രതീതിയാണ്. ആ ശബ്ദത്തിൻ്റെ ആയാലും ആ കളറിൻ്റെ ആയാലും വ്യത്യാസം, ആ 4Kയിൽ കൂടി ചെയ്തപ്പോൾ ഉണ്ടായ ആ വലിയ മാറ്റം വളരെ നന്നായിരിക്കുന്നു എന്നാണ്. You are watching You're watching me and you're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.